എന്റെ പ്രഭ, ഈ ദുസ്വപ്നമൊക്കെ വരാൻ പോകുന്ന അപകട സൂചനയായിട്ട് എടുക്കും. പിന്നെ മീരയോട് താനെല്ലാം തുറന്നു പറയും. ശാന്തമായ മനസ്സോടെ ബാക്കിയുള്ള ജീവിതം കഴിക്കാം. ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ എനിക്കുള്ള സൂചനകൾ തന്നെയാ. ചുറ്റും നിൽക്കുന്നവര് സ്വപ്നത്തിൽ കണ്ടതുപോലെ ചതിക്കാൻ നോക്കുമെന്നുള്ള സൂചന, അവരെ കരുതിയിരിക്കണമെന്നുള്ളൊരു സൂചന. ആ ശരി, എന്നാ പിന്നെ അടുത്ത സ്വപ്നം കൂടെ കണ്ട് നിലവിളിക്കും. ഉപദേശിക്കാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അതെ, നിലവിളിക്കുമ്പോ ഒന്ന് പതുക്കെ നിലവിളിക്കണേ. ഇനി ഒരിക്കൽ കൂടെ ഞെട്ടി എണീക്കാൻ വയ്യ. മോളെ, കാപ്പിക്കുള്ളതും ഉച്ചത്തെ ചോറും കാലാക്കി വെച്ചിട്ടുണ്ട്. സമയം എടുത്ത് കഴിച്ചോളണം കേട്ടല്ലോ. ശരി അമ്മേ. ഇപ്പൊ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അമ്മ പോയിട്ടോ. ഡാ മുരളി, നീ ഇന്ന് ഓട്ടം പോകുന്നില്ലെന്നല്ലേ പറഞ്ഞത്? ഗൗരിമോളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. എന്റെ അമ്മേ, മരുമോളെ അത്ര കാര്യമായിട്ട് നോക്കാനാണെങ്കിൽ അമ്മ ജോലിക്കൊന്നും പോണ്ട. ഒന്നും മിണ്ടായിരിക്കടാ, ഞാൻ ഇറങ്ങാം. ആദ്യമായിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോ ഐശ്വര്യമായിട്ട് എതിരെ വരുന്ന അന്തമോനാ. അപ്പൊ ഞാൻ ഇറങ്ങുന്ന കാര്യം എന്തായാലും ഗുണപ്പെടും. ആന്റി എങ്ങോട്ട് പോവാ ഈ വേഷത്തില്? ഇന്നു മുതലേ പുതിയ ജോലിയാ മോനെ. തൊഴിലുറപ്പിന് പോവാ. തൊഴിലുറപ്പിനോ? എന്തിന്? ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ചാ മോനെ. എന്നാലും ആന്റിക്ക് ശീലമില്ലാത്തൊരു ജോലിയല്ലേ? എടാ മുരളി, ഇത് വേണോ? ചന്ദ്രോത്ത് എന്തായാലും വരില്ല. അവിടെ വരാൻ പറയുന്നത് ശരിയല്ല. ആന്റിക്ക് പറ്റുന്ന മറ്റൊരു ജോലി ഞാൻ നോക്കാം. വേണ്ട മോനെ. എടാ മുരളി, നീ എന്തിനാ സമ്മതിച്ചേ? എടാ, അതിലൊന്നും ഞാനും ഗൗരി അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഏത് ജോലിക്ക് പോകണമെന്നുള്ളതും അമ്മയുടെ ഇഷ്ടമാണ്. ഒരു ജോലിക്ക് മാത്രമേ പോകാൻ പാടില്ലെന്ന് ഞാൻ വിലക്കിയിട്ടുള്ളൂ. അത് ചന്ദ്രോത്ത് അടുക്കള പണിയാ. അതിനി വേണ്ട. അത് വേണ്ടെന്ന് ഞാനും പറഞ്ഞല്ലോ. നമ്മുടെ കമ്പനി തന്നെ മറ്റെന്തെങ്കിലും ജോലി നോക്കാമല്ലോ. അത് വേണ്ട നന്ദ. നന്ദന്റെ അമ്മയുമായി ബന്ധമുള്ള ഒരു സ്ഥാപനത്തിലും ജോലി വേണ്ട. എന്റെ നന്ദമോനെ, ഞാൻ പറയുന്നത് എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ജോലിയാ ഇത്. ഒരേ മനസ്സുള്ള കുറച്ചു പേരോടൊപ്പം ജോലി ചെയ്യുക, അതൊരു സന്തോഷാ. അതൊക്കെ ശരിയാ. പക്ഷേ ഭേദപ്പെട്ട ശമ്പളമൊക്കെ ആയി ഒരു വീട്ടിൽ നിന്നാ ആന്റി ഇതുവരെ ജോലി ചെയ്തേ. ഇതിപ്പോ വെയിലും മഴയൊക്കെ കൊണ്ട് എത്രയോ ആയിരം സഹോദരിമാർക്ക് വെയിൽ കൊള്ളാൻ പറ്റുമെങ്കിൽ പിന്നെ എനിക്കിത്തിരി വെയിൽ കൊള്ളോണ്ട് എന്താ കുഴപ്പം? എന്തായാലും എന്നെ കുറിച്ച് മോന്റെ ഉള്ളിൽ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് മതി. ആ സ്നേഹം മാത്രം മതി ആന്റിക്ക്. പോട്ടേടാ. ശരി മോനെ. നീ എന്തൊരു മോനാടാ? നിന്റെ അമ്മയുടെ അവിടുത്തെ ജോലിയേക്കാൾ എത്രയോ നല്ലതാ ആ തൊഴിലുറപ്പ്. നീ വാ. ഇപ്പൊ ഓർത്തയുള്ളൂ ഒരു ചായ കുടിച്ചാ കൊള്ളാന്ന്. അച്ഛന്റെ മോള് തന്നെ. അകത്തേക്ക് വാച്ച, ഇഡലിയും ദോശയൊക്കെ ഉണ്ട്. വേണ്ട മോളെ, വീട്ടിൽ നിന്ന് ദോശ കഴിച്ചിട്ടാ വന്നത്.
ആന്റി എന്ത് പറയുമെന്ന് കരുതിയിട്ടാണെങ്കിൽ അച്ഛൻ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഈ വീട്ടിൽ ആന്റി മാത്രമല്ല ഉള്ളത്. ആന്റി ഒഴികെ ബാക്കി എല്ലാവർക്കും, മീരയ്ക്കുൾപ്പെടെ അച്ഛനെ വലിയ കാര്യല്ലേ. അച്ഛൻ വാ. അത് പിന്നെ എനിക്കറിയില്ലേ, ഇതിപ്പോ നിന്റെ വീടല്ലേ. മകളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ അച്ഛൻ മടിക്കുന്നത് എന്തിനാ? അങ്ങനെ പറ. വിശപ്പുള്ളപ്പോ അച്ഛൻ ചോദിച്ചു വാങ്ങിക്കോളാം, അതുപോലെ. ആ, അത് മതി. ഭാർഗവിന്റെ അല്ലേ ഇത്? ആ അതെ. ആന്റി, എന്താ മോളെ ഇവിടെ വന്ന് നിൽക്കണത്? മാധവേട്ടൻ ഇവിടെ ജോലി കിട്ടിയ കാര്യമൊക്കെ നന്ദമ്മൻ പറഞ്ഞായിരുന്നു. ആന്റി ഇങ്ങോട്ട് പോവാ. തൊഴിലുറപ്പിന് പോവാ മോളെ. ആണോ? അത് വേണമായിരുന്നു ആന്റി. അതിനെന്താ, വളരെ നല്ല കാര്യം. സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കാന്നതേ ഒരു അന്തസ്സാ. അതുമല്ല, ഈ തൊഴിലുറപ്പൊക്കെ സ്ത്രീകളുടെ നേട്ടത്തിനായിട്ടുള്ള ഒരു പദ്ധതിയല്ലേ. നന്നായേ ഉള്ളൂ ഭാർഗവി. പക്ഷേ ആന്റി ഇത്രയും കാലം ചെയ്ത ജോലി പോലെ അല്ലല്ലോ, കഷ്ടപ്പാടല്ലേ. എത്ര ബുദ്ധിമുട്ടാനും തയ്യാറാ മോളെ. വീട്ടു ചെലവുകളൊക്കെ പ്രശ്നമായി തുടങ്ങി. മുരളിക്ക് കിട്ടുന്ന വരുമാനം മാത്രം വെച്ച് വീട് നടത്താൻ ബുദ്ധിമുട്ടാ. അങ്ങനെ ഇന്നു മുതൽ ഞാനും പണിക്കിറങ്ങാൻ തീരുമാനിച്ചു. പ്രഭേന്റെ ഇങ്ങോട്ടാണല്ലോ വരുന്നേ. ഞാൻ പോട്ടെ മോളെ. ഭാർഗവി, കുറച്ച് ദിവസം കൊണ്ട് ഈ വീട് നീ മറന്നുപോയോ? ഇതാ ചന്ദ്രോത്ത്. ഇങ്ങോട്ട് കയറാതെ നീ നേരെ പോവാണല്ലേ? വഴിതെറ്റിപ്പോയതാണോ? എനിക്കൊന്നും തെറ്റിയിട്ടില്ല. തെറ്റിയതൊക്കെ പ്രഭകുഞ്ഞിനാ. ഭാർഗവി, കരയില്ലേ ഭാർഗവി? കരയില്ലേ? എനിക്കൊന്ന് കരയെങ്കിലും വേണ്ട കുഞ്ഞ്. പ്രഭകുഞ്ഞിനോടുള്ള ദേഷ്യം മുഴുവൻ ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് തീർത്തോട്ടെ. എന്തിനാ കുഞ്ഞ് എന്നോട് ഈ ചതി ചെയ്തത്? ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്വപ്നായിരുന്നില്ലേ, അതിനെ കൊന്നു കളഞ്ഞില്ലേ? ഭാർഗവി, ഗൗരിയുടെ മനസ്സിന്റെ താളം തെറ്റിപ്പോയി. ദേവിക മോളോട് ചോദിച്ചാൽ അറിയാം. എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഭാർഗവി. ഞാൻ ഫോണിലൂടെ എല്ലാം സംസാരിച്ചതല്ലേ. അന്ന് നടന്ന സംഭവങ്ങളും നിനക്കും അറിയില്ലേ. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. കുഞ്ഞു മനഃപൂർവ്വം ചെയ്തു തന്നെ. പക്ഷെ കുഞ്ഞിനൊരു അബദ്ധം പറ്റിയതാണെന്ന് ഞാൻ എന്റെ മനസ്സിനോട് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കുക. കുഞ്ഞിനെ നേരി കാണുമ്പോ എന്തൊക്കെയോ പറയണം, ചോദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി, കുഞ്ഞിന്റെ മുമ്പില് എനിക്ക് പഴയ ഭാർഗവാനെ പറ്റുള്ളൂ. പോട്ടെ ആന്റി. കഴിഞ്ഞ കാര്യങ്ങളില് പ്രഭാന്റിക്ക് നല്ല വിഷമമുണ്ട്. നിന്റെ വക്കാലത്തൊന്നും വേണ്ട. ഭാർഗവിയും ഞാനും തമ്മിൽ സംസാരിക്കുമ്പോ ഇടനിലക്കാരായിട്ട് ആരും വേണ്ട. മോള് ചെല്ല്, ഞാൻ കരഞ്ഞ് വഴക്ക് കേക്കണ്ട. ഭാർഗവി, വീട്ടിലേക്ക് വാ. ഇന്നു മുതല് ഞാൻ പുതിയ ജോലിക്ക് പോവാ. എനിക്ക് പോണം. ഞാനും ഭാർഗവി സംസാരിക്കുന്നതിനിടയ്ക്ക് നീ എന്തിനാ വന്നത്? അല്ല ആന്റി, എനിക്കറിയാം ഭാർഗവി ആന്റി ജോലിക്ക് വരാത്തത് കാരണം ആന്റിക്ക് നല്ല വിഷമമുണ്ടെന്ന്. അതുകൊണ്ടുകൂടിയാ ഞാൻ വിളിച്ചത്. ആന്റിയുടെ വിഷമം തീർക്കാൻ എനിക്കറിയാം. അത് ഞാൻ തീർക്കാൻ ചെയ്യും. കാരണക്കുറ്റി നോക്കി ഞാൻ കൊടുക്കട്ടെ മോളെ. അയ്യോ അച്ഛാ, അക്രമൊന്നും കാണിക്കില്ലേ. ഒരു പേടി തോന്നിപ്പിച്ചാൽ മാത്രം മതി. അതിനപ്പുറം എന്തെങ്കിലും നടന്നാ പിന്നെ വീണ്ടും കേസാ. അതുമല്ല, അച്ഛൻ ഇനി എത്ര വലിയ കളരിയോ കരാട്ടയോ വാളോ തോക്കോ ഒക്കെ ആണെങ്കിലും ചന്ദ്രത്തെ പ്രഭാവതിയെ ജയിക്കാൻ അത്ര എളുപ്പമല്ല. ഹലോ. എന്താ മോളെ ഫോൺ എടുക്കാൻ വൈകിയേ? എനിക്കൊരു കാര്യം മനസ്സിലായി. ജീവിതത്തിൽ ഞാൻ കാണിച്ച തെറ്റ് നിന്നെ ഒന്ന് കൊല്ലാതെ വിട്ടതാ. നീ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണമായിരുന്നു ഞാനെന്ന് അവിടുന്ന് പോരാൻ. നിന്റെ ശബ്ദം കേൾക്കാൻ കൊതിയോട് വിളിക്കുമ്പോ നീ കൊല്ലുന്നതിനെ കുറിച്ചും മരിക്കുന്നതിനെ കുറിച്ചൊന്നും പറയാതെ നമുക്ക് പ്രേമത്തെ കുറിച്ച് സംസാരിക്കാം. നീ പ്രകാശ്, ദേവി തന്നെ എന്റെ വഴിക്ക് വിടണം പ്ലീസ്. നമ്മൾ തമ്മിൽ ഇപ്പൊ ഒരു ബന്ധവുമില്ല. അതെന്താ മീര, ബന്ധങ്ങൾ അങ്ങനെ ഫോണിൽ കൂടി ഇന്നു മുതൽ ഒരു ബന്ധമില്ലാന്ന് പറയുമ്പോ അങ്ങ് അവസാനിക്കോ? നമ്മുടെ ബന്ധം മരണം വരെ തുടരാൻ വേണ്ടിയല്ലേ നമ്മൾ തുടങ്ങിയത്. ആ വാചകം പറഞ്ഞ് നീ എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ ഉണ്ട്, അത് കാണണം മീരെ. ഫോൺ വെച്ചിട്ട് പോടും. ചൂടാവുമ്പോഴേ നിനക്കൊരു പ്രത്യേക ഭംഗിയാ. പിന്നൊരു കാര്യം, ഫോൺ കട്ട് ചെയ്ത് പോകാനാണ് ഉദ്ദേശമെങ്കിൽ അടുത്ത വിളി സിദ്ധാർത്ഥൻ സാറിനെയോ നന്ദനെയോ ഒക്കെ ആയിരിക്കും. നീ എന്ത് ഭാവിച്ചോണ്ടേ സംസാരിക്കുന്നേ? എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. നിയന്ത്രണം വിട്ടാ ഞാൻ ഏതറ്റം വരെ പോകുന്നറിയാലോ. നിയന്ത്രണം വിട്ടാൽ
ഞാൻ ഏതുവരെ പോകുന്നു നിനക്കറിയണോ? നിനക്ക് ഇന്ന് തന്നെ കാണിച്ചു തരണോ? വേണോ? നീ എന്താ എന്നെ കുറിച്ച് കരുതിയത്? വെറുതെ അങ്ങ് വിട്ടുകളഞ്ഞിട്ട് ഞാനങ്ങ് പോയി തരുമെന്നോ? രജനി ചേച്ചി തെറ്റിദ്ധരിക്കാൻ പാടില്ല. അല്ല, താൻ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. അതുകൊണ്ടല്ലേ എനിക്ക് ചൂടാവേണ്ടി വന്നത്. ശരി ശരി, എന്താ എനിക്ക് പറയാനുള്ളത്? ഞാൻ വിളിക്കുമ്പോഴേ ഫോൺ എടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചോണം. അല്ലെങ്കിലേ ഞാനങ്ങ് വീട്ടിലേക്ക് വരും. പ്രാഞ്ചി, നിന്റെ പഴയ സ്വഭാവം തുടങ്ങിയല്ലേ? നീ ആരോടൊപ്പം സംസാരിച്ചേ? ഞാൻ ഗിരീഷ് മാഷിനെ വിളിച്ചതാ. നമ്പർ തെറ്റി കോള് മറ്റാർക്കോ പോയി. അയാള് റോങ് ആയിട്ടൊക്കെ സംസാരിച്ചു. നിന്നോടാ ചോദിച്ചത് ആരുമായിട്ട് സംസാരിച്ചെന്ന്? അത് എന്റെ ഒരു ഫ്രണ്ടാ ഗിരീഷേട്ടെ വിളിച്ചത്. അവൻ അങ്ങനെ സംസാരിച്ചപ്പോ എനിക്ക് ദേഷ്യം വന്നു. ഇല്ല, ഇനി ചൂടാവത്തേ ഇല്ല. നിർത്തി, ഒക്കെ നിർത്തി. രജനി ചേച്ചിക്ക് സംശയം തോന്നണ്ട. കയ്യോടെ ഗിരീഷ് മാഷിനെ വിളിച്ചേക്കാം. പ്രാഞ്ചി, ഞാൻ ഇപ്പോഴും പറയാ, നിന്റെ പഴയ സ്വഭാവം കാണിച്ച് നീ എന്റെ മുന്നിൽ നിൽക്കരുത്. ഈ ഗിരീഷേട്ടൻ എന്താ ഞാനൊരു ഫ്രണ്ടിനെ വിളിച്ചാണോ ഇങ്ങനെ? കുറച്ചു ദിവസമായി നീ വളരെ ശാന്തമായിട്ടാ സംസാരിക്കുന്നത്. ഇപ്പൊ എന്തൊറ്റി? നമ്പർ ഡയൽ ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഇതാ. അറിയാതെ ഒരു നമ്പർ മാറിക്കഴിഞ്ഞാൽ തീർന്നു. എന്തായാലും ഗിരീഷ് മാഷിനൊന്ന് വിളിച്ചേക്കാം. ചേച്ചി എന്തായാലും ഐശ്വര്യമായിട്ട് വന്നതല്ലേ, ദാ മാഷിനോട് സംസാരിക്കേ. വേണ്ട വേണ്ട. ശരി ശരി, കേറിപ്പോ. നീ പോവല്ലേ ചേച്ചി, സംസാരിച്ചിട്ട് പോ. ഹലോ മീര. മാഷെ, ദാ ഞാനൊരാളുടെ കൊടുക്കാം. ആളൊന്ന് പേടിച്ച് നിക്ക. ഒരു മിനിറ്റ്. ദാ സംസാരിച്ചോ, സംസാരിക്കേ. ഹലോ ഹലോ. അല്ല, മീര ഫോൺ ചെയ്ത് എന്റെ തന്നതാ. അങ്ങനെ വിളിച്ചതാ. ഓ, അങ്ങനെ വിളിച്ചതാണോ? ഞാൻ കരുതിയത് രജനി താല്പര്യത്തോടെ സംസാരിക്കുന്നതാണെന്ന്. എങ്കിൽ ശരി, ഞാൻ വെച്ചേക്കാം. അയ്യോ അല്ല, വേണ്ട. അപ്പോ രജനിക്ക് സംസാരിക്കണോ വേണ്ടയോ? അതെനിക്കറിയേണ്ടത്. എനിക്കോ? ഗിരിക്ക് സംസാരിക്കണമെന്നില്ലേ? അപ്പോ ഞാൻ സംസാരിച്ചൊന്നും താ കേട്ടിട്ടില്ല അല്ലേ? എന്താ? എത്രയോ നാളായി എന്നും രാത്രി ഞാൻ തന്നോട് സംസാരിക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോഴൊന്നും കേട്ടിട്ടില്ല അല്ലേ? ഞാൻ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എന്റെ ഈ കാത്തിരിപ്പ് അവസാനിക്കാൻ പോവാണെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ഗിരീഷേട്ടാ, ആരോടാ കൊച്ചു വർത്താനം? ആരോ വന്നുവല്ലോ. ഞാൻ പിന്നെ വിളിക്കാം. ഒരാള് സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോ അതിനിടയ്ക്ക് കയറി വന്നോളൂ. ചാകുരം മുടക്കി കയറി പോടാ, കയറി പോവാൻ.
എന്തൊക്കെയാ സംസാരിച്ചേ? ഏയ് ഒന്നുമില്ല. നീ കുറച്ചു നാളുകൊണ്ട് പറയുന്നതല്ലേ ഗിരീഷ് മാഷിനോട് സംസാരിക്കാൻ. അപ്പൊ പിന്നെ ഇത്തിരി വീട്ടുകാരെ സംസാരിച്ചു. അല്ലാതെന്ത് സംസാരിക്കാനാ? എന്തായാലും ഓക്കെ. ഇപ്പൊ ചേച്ചിയുടെ മുഖത്ത് ഒരു തെളിച്ചൊക്കെ ഉണ്ട്. എന്ത് തെളിച്ചം? ആ അതാ ഞാൻ പറഞ്ഞ, മാഷ് ഫുൾ പോസിറ്റീവാ. മാഷിനോട് സംസാരിച്ചാ നമ്മളും പോസിറ്റീവാവും. നിനക്ക് വേറൊന്നും പറയാനില്ലേ?